ബംഗ്ലാദേശിലും സാഹചര്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല. വലിയ അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിലുണ്ട്. വീണ്ടും അവിടെ മൂന്നാമതും ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തിന് നേരെ ആക്രമണമുണ്ടായി. ശരീയത്പൂർ ജില്ലയിൽ പുതുവത്സരാഘോഷത്തിനിടയിലാണ് ഹിന്ദുമത വിശ്വാസിയെ അക്രമികൾ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഖോഖോൺ ചന്ദ്രദാസ് ജീവനുമായി മല്ലടിക്കുകയാണ്. കേർഭംഗ ബസാറിനടുത്തുള്ള ദാമുദ്ര പ്രദേശത്തായിരുന്നു സംഭവം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, മൂന്നാമത്തെ സംഭവമാണ്, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ബംഗ്ലാദേശിൽ സാഹചര്യങ്ങൾ അത് പഴയതുപോലെ തന്നെ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഖോഖോൺ ചന്ദ്രദാസ് എന്ന് പറയുന്ന 50-കാരന് നേരെ നടന്ന ആക്രമണം എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു ദാരുണമായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ്. ഇയാൾ തൻ്റെ കട പൂട്ടി, ഒരു വ്യാപാരിയായിട്ടുള്ള ഇയാൾ തൻ്റെ കട പൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു വഴിമധ്യേ ഈ ആക്രമണം ഉണ്ടായത്. പിന്നിൽ നിന്ന് വന്ന അക്രമികൾ ഇയാളുടെ ശരീരത്തിൽ പല ഭാഗത്തായി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു കുത്തും ഏറ്റിട്ടുണ്ട്. ഈ അക്രമികളെ തിരിച്ചറിയരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇയാളുടെ തലവഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇയാൾ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു കുളത്തിൽ ചാടിയാണ് അധികം പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ഈ സംഭവം കണ്ട അവിടെ അടുത്ത് കൂടിയുന്ന ചിലർ ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഈ സ്ഥലമായിട്ടുള്ള ശരീയത്പൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ധാക്കയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ കുറ്റവാളികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യയായിട്ടുള്ള സീമാദാസിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അതായത് തങ്ങൾക്ക് ആരോടും ശത്രുതയൊന്നുമില്ല, ആരുമായിട്ടും വിരോധമുള്ള ഒരു കുടുംബ പശ്ചാത്തലമല്ല നമുക്കുള്ളത്. ഇത് കരുതിക്കൂട്ടി അവിടെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു പുതിയ അധ്യായം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇതിലും വെളിപ്പെട്ട് വരുന്നത്. എന്തായാലും ഈ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയും ഇപ്പോൾ സംശയ നിഴലിലാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഈ ആദ്യം കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകത്തിൽ തന്നെ പോലീസ് കുറ്റവാളികളെ സഹായിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെല്ലാം പിന്നീട് വന്നിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് കൊല്ലപ്പെട്ട അമൃത് മൊണ്ടാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതും എവിടെയും എത്താത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ, ആ സർക്കാർ അവിടുത്തെ ക്രമസമാധാനം പരിപാലിക്കുന്നതിൽ പൂർണ്ണമായിട്ടും ദിനംപ്രതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ.